വിക്ടറി. സോളമനെ ചലഞ്ച് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. നിലം തൊടിക്കില്ല ഞാൻ. നോക്ക് നോക്ക് നോക്ക്. അങ്കിളിന്റെ പോയേ എനിക്ക് 15 പോയിന്റ് ഉണ്ട്. നോക്ക്, എനിക്ക് 20 പോയിന്റ് ഉണ്ട്. പകരോ സ്റ്റാർ വാഴ്സിൽ ഈ സോളമനെ ജയിക്കാൻ ഒരു പൊന്നുമോനും വളർന്നിട്ടില്ല. വീഡിയോ ഗെയിം എന്ന് പറഞ്ഞാൽ തലച്ചോറുകൊണ്ടുള്ള കളിയാണ് മോനെ. പഴഞ്ചോറും ബോൺവെറ്റയും കുഴച്ചടിക്കുന്ന നിന്നോടത് പറഞ്ഞിട്ട് കാര്യമില്ല. മസില് കയ്യിലും കാലിലും മാത്രം പോരാ, ബ്രെയിനിലും വേണം മോനെ. ഓ അണ്ട പോയി. മിസ്സസ് വിക്ടോറിയ, മനുഷ്യ സീരിയസ് ആയിട്ടൊരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിക്ടോറിയ കോളിംഗ്. നിന്റെ റോക്കറ്റ് ഈ സോളമൻ പൊളിച്ചടുക്കുമടാ. 3 വിക്ടറിയാ പോയത്. ഓ കറണ്ടും പോയി. കറണ്ടിന് നാളെ വരൂ. ഓ മൈ ഗോഡ്, ഈസ് ഇറ്റ്? ഹായ് വാട്ട് ലോറൻസ്, ട്രാൻസ്ഫോമർ കത്തിപ്പോയോ? ഇതുവരെ കത്തിയില്ല. ഇനി ഞങ്ങൾ ഇവിടെ നിന്നാ വിക്ടോറിയ കത്തിക്കും. Again Victoria calling my wife. അവൾക്ക് എന്നെ എപ്പോഴും കണ്ടോണ്ടിരിക്കണം. See you tomorrow. കഴിഞ്ഞ ഒരാഴ്ചത്തെ ബില്ല് 550 രൂപ. Oh, 550 rupees. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ ബ്രദർ. ഞാൻ സ്ഥിരം കസ്റ്റമർ അല്ലേ? കഴിഞ്ഞ 4 വർഷത്തിന് മുമ്പ് ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയ അന്ന് മുതൽ കണ്ട പീക്കറി പിള്ളേരുമായി ഇവിടെ വന്നിരുന്ന് കളിക്കുന്ന ഒരേ ഒരു ഓൾഡ് മാൻ. അതിലേക്ക് 50% ഡിസ്കൗണ്ട് അതുപോലും കൃത്യമായി തരില്ലെന്ന് വെച്ചാ നാളെ തരാം ബ്രദർ. Again Victoria calling. ഇനിയും ലേറ്റ് ആയാൽ അവൾ എന്റെ ഫ്യൂസ് വരും. We'll meet tomorrow. കാശ് തരാതെ ഇന്ന് പോകാൻ പറ്റില്ല. കടം പരിപാടി ലോറൻസ് നിർത്തി. എടാ കുട്ടാ പ്ലീസ്, നീ ക്ഷീണിച്ചു പോയല്ലോ. സോപ്പ് ഒന്നും വേണ്ട അങ്കിളെ, ഗിവ് മീ ദ ക്യാഷ്. നിർബന്ധമാണ്. ഇന്നതിൽ നിക്കത്തില്ലല്ലോ അങ്കിളെ. ഡയർടെൽ വിത്ത് ഫ്രീ വിക്ടറി കോളിംഗ്. മോനത് പിടിച്ചോളൂ. നാളെ അങ്കിൾ കാശ് തരുമ്പോ തിരിച്ചു തന്നാ മതി. ഓക്കെ, സീ യു ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹലോ. ഒരു സംസ്കാരം ഇല്ലാത്ത സ്ത്രീ എന്തൊരു തെറിയാ. കണ്ണി കണ്ടവരെ കേട്ട് തല്ലും പിടി ഉണ്ടാക്കി വരുമ്പോ എണ്ണയും കുഴമ്പും തേച്ച് തടവി തരാൻ ഞാനാരടാ? നിന്റെ പെണ്ണും പിള്ളേ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. നീ ആരടാ? മട്ടാഞ്ചേരിയിലെ ദാതേ? വേണ്ട മോനെ വേണ്ട. ഇങ്ങോട്ട് നോക്കടാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ, നീന്ന് തല്ലിയില്ലേ അവന്മാര് നിസ്സാരക്കാരല്ലട്ടാ. കൊച്ചിയിലെ കൊടിമൂത്ത ദാദാ പാർട്ടീസാ. നിന്നെ എന്നെ അവന്മാര് വെറുതെ വിടുമെന്ന് കരുതണ്ട. എന്റെ തള്ളേ, ഇവന്റെ കൂടെ നടന്ന് നടന്ന് എന്റെ ലൈഫ് നായ നക്കുമല്ല. ചിരിക്കേണ്ട ഒറ്റ നോട്ടത്തിൽ തന്നെ നിന്റെ നെഞ്ചും കൂടി തുറന്ന് അതിനകത്ത് കൂര കെട്ടി പാർക്കാൻ അവൾ അത്രക്ക് ചാമിങ് ലവ്ലി ഫിഗറാ. അല്ല അപ്പൊ നിനക്ക് അവളോട് പ്രേമോ? അപ്പൊ നീ പനി പറ്റിച്ചാ? എന്ത് കണ്ടിട്ടാണ് നീ വാല് പൊക്കണത്? കൊട്ടിയും പാടിയും ജീവിതം കഴിക്കണ തള്ളയും തന്തില്ലാത്ത ഒരുപാട് അനാഥപ്രദങ്ങളുടെ കൂട്ടത്തില് 2 നമ്മള് തലമറന്ന് എണ്ണതേക്കല്ലേ മോനെ. പനി വരും പനി. വിടളിയ വിട്. പുതിയ സത്ത അത് ഓസിനൊപ്പിച്ചത് വിട്, കേടാവും. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ഇനിയിപ്പൊ നിനക്ക് അവൾ അത്രക്ക് ഇഷ്ടമാണെങ്കിൽ ഏത് കൊടിമൂത്ത കുടുംബത്തിലെ കൊച്ചാണെങ്കിലും നമ്മൾ തേടി പിടിക്കൂലേ? പിടി 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 പിടി. ഗുഡ് ബോയ്, നല്ല അനുസരണശീലം. ഇപ്പൊ എനിക്കൊരു കാര്യം ബോധ്യമായി. കുഴമ്പിനിയും വേണ്ടി വരും കൂട്ടുകാരാ. തല്ല് തുടങ്ങിയിട്ടേയുള്ളൂ. താങ്ക് യു. വെൽക്കം സർ. ഹലോ. ഹലോ സർ. ഐസ്ക്രീം. മിസ്റ്റർ ക്രിസ്റ്റി ലോപ്പസ്. There. Where? Sir, there. Oh, there. Excuse me. Are you Mr. Christy Lopez? I am Solomon Joseph. Sit down. Thank you. Cash കൊണ്ടുവന്നിട്ടുണ്ട്. 20 lakhs rupees in cash. What? Are you a guitarist? I love Elvis Presley, but your sweet lips are the rubber. Mr. Christy Lopez, നിങ്ങൾ കൂടുതൽ സംസാരിക്കില്ലെന്നും ഞാൻ നിങ്ങളോട് കൂടുതൽ സംസാരിക്കരുതെന്നും എനിക്കറിയാം. എന്നാൽ ഒരു ബിസിനസ് ആവുമ്പോൾ തമ്മിലൊന്നും അറിഞ്ഞിരിക്കണമല്ലോ. സോ മിസ്റ്റർ ക്രിസ്റ്റി ലോപ്പസ്, എവിടെയാണ് സ്വദേശം? ഇപ്പോൾ ഇവിടെ താമസിക്കുന്നു? ഹൗ ഓൾഡ് ആർ യു? ആർ യു മാരീഡ്?
കുട്ടികളുണ്ട്. നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേരെന്താണ്? താങ്കൾ ഫുഡ് കഴിച്ചോ? കമ്പ്യൂട്ടർ ഗെയിംസ് താല്പര്യമുണ്ടോ? ടെൽ മീ ലെറ്റ് മീ ഷെയർ ദിസ് ബിയർ. ഓക്കേ, ടേക്ക് ഇറ്റ്. The deal is over. You can go. Yes, that I know. But Christy, what's the answer? Get lost. Okay, but remember with no time സംഗതി നടന്നിരിക്കണം. काम time में ही होगा. Let's meet again. Let's not. ഇവനൊക്കെ ആര് കൈ കൊടുക്കാൻ? കൺട്രി ഫെലോ. അയ്യോ എന്റെ ലില്ലി മോളെ, നീ ആകെ ക്ഷീണിച്ചു പോയല്ലോടാ. നാളെ മുതൽ മമ്മി നിനക്ക് ആട്ടിൻ സൂപ്പ് തരാം കേട്ടോ. നല്ല ചൂടൻ മോള്. അയ്യോ ഇത്ര പെട്ടെന്ന് മോളെത്തിയോ? ഹായ് സാൻഡ്ര മോൾ. മോളൊന്ന് ഹോൺ അടിച്ചാ പോരായിരുന്നോ? ഞാൻ വന്ന് ഗേറ്റ് ഓർക്കത്തില്ലായിരുന്നോ? ഹോൺ അടിച്ച് എന്റെ കൈ കഴിച്ചു. എന്തെടുക്കായിരുന്നു ആന്റി അവിടെ? എത്ര നേരം ഞാൻ വന്നിട്ടെന്നറിയോ? അയ്യോ മോളെ, ഹോൺ അടിച്ച് ഞാൻ കേട്ടില്ലായിരുന്നു കേട്ടോ. ഈ നാട്ടിലുള്ളവർ മുഴുവനും കേട്ടു. കേട്ടോ? സോറി മോളെ, ഞാനേ കിച്ചണിൽ ഭയങ്കര ബിസി ആയിരുന്നു. ഐ എം വെരി ബിസി അറിയൂനോ. മതി മതി മതി, ഓവർ ആക്ട് ചെയ്ത് ചളമാക്കണ്ട. How are you, Charlie's Angels? Good morning. Good morning, uncle. Oh, അഞ്ചുസേ ഇങ്ങനെ ചങ്കി കുത്തൻ അങ്കിളെന്ന് വിളിക്കില്ലേ? Call me soul man, ഹൃദയമാൻ. എനിക്ക് അതിനു വേണ്ടിയുള്ള പ്രായമല്ലേ ഉള്ളൂ. ഏറിയാൽ നിങ്ങളെക്കാൾ ഒരു 10 വയസ്സ് കൂടുക, അത്രേ ഉള്ളൂ. അത് 30 വർഷം മുമ്പല്ലേ അങ്കിളെ? Oh, കുക്കുസേ, don't be silly. എനിക്കും അതാ പറയാനുള്ളത്. Don't be silly, soul man. Go go go. വിക്ടോറിയ ആന്റി വരുന്നതിന് മുമ്പ് സ്ഥലം കാലിയാക്കാൻ നോക്ക്. നല്ല അടപ്രഥമൻ കരിഞ്ഞ മണം. അടപ്രഥമൻ നാണമില്ലല്ലോ മനുഷ്യ നിങ്ങൾക്ക് ഇങ്ങനെ മണം പിടിച്ച് നിൽക്കാൻ. Vicky, don't underestimate me. I am a gentleman. എന്നിട്ട് ഈ ജെന്റിൽമാനെ ഞാനിതുവരെ കണ്ടില്ലല്ലോ. അതെന്റെ കുറ്റമാണോ? അയ്യടാ, ഒരു മാൻ ഇറങ്ങിയിരിക്കുന്നു. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. കണ്ടേച്ചാലും മറി. പിന്നെ നാരങ്ങ പിഴിയുന്ന മെഷീനിൽ വെച്ച് പ്രസ് ചെയ്ത പോലെ ഒരു മോന്തയും. ഇത് കണ്ടോ? ഇത് കണ്ടോന്ന്? എന്റെ പാമിസ്ട്രിയില് 4 കുഞ്ഞുങ്ങളെ തള്ളയാവാനുള്ള യോഗം ഉണ്ടായിരുന്നു. ആയ കാലത്ത് എല്ലാ കണിയാന്മാരും പറഞ്ഞതാ, മാലാഹ കുഞ്ഞുങ്ങളെ പോലെ 4 കുഞ്ഞുങ്ങൾ എനിക്കുണ്ടാവുമെന്ന്. ഇപ്പതാ ആ 4 വരെയും മാഞ്ഞു തുടങ്ങി. Don't cry, Vicky. ഞാൻ ട്രൈ ചെയ്യാം 4 വര വരയ്ക്കാൻ. അതിന് മാത്രമേ നിങ്ങളെ കൊള്ളാവൂ വര വരയ്ക്കാൻ. എങ്ങനെ കുട്ടിയുണ്ടാകും? പട്ടിയെ മാറ്റിയാലല്ലേ കുട്ടിയുണ്ടാകൂ. അപ്പൊ വരില്ലെന്ന് പറഞ്ഞാലുള്ള വണ്ടി എനിക്ക് തന്നത് കാമുക്ക് കൂട്ടിരിക്കാൻ പോയതല്ലേ? പിന്നെന്തിനു വന്ന്? സത്യം മോനെ, നീ ഇഷ്ടത്തിരുന്ന് ഡ്രംസ് പറ്റി പഠിക്കണ കള്ള കാമുകൻ. ഇനി എന്തിനാണ് ഈ ലൊടക്ക് ഡ്രം കണക്കിന് കോടികളല്ലേ ഇങ്ങനെ കൈ കിടന്ന് മറിയാൻ പോണത്? നീ ഇന്ന് അവിടെ ആയിരിക്കും പൊറുതിന്ന് കരുതി ഞാൻ എന്റെ ഈ അരവയർ നിറയാനുള്ള 20 പൊറോട്ടയും 4 ബീഫ് ഫ്രൈയോ വാങ്ങിച്ചുള്ളൂ. നിനക്ക് വേണമെങ്കിൽ മറിയാമ്മ ചേർത്ത കടയിൽ തട്ടുദോശ വാങ്ങിക്കട്ടെ? വേണ്ടേ? അച്ചി വീട്ടിൽ നിന്ന് ഫുൾ ടാങ്ക് ഞണ്ണിട്ട് വന്നേക്ക കള്ളൻ. നമ്മുടെ ആവിലച്ചൻ പറയുന്ന പോലെ നീ കർത്താവിന് പ്രിയപ്പെട്ടവനാ. അതാ ഇങ്ങനത്തെ ഒരു ബന്ധം ഒത്തു കിട്ടിയത്. ഇനിയിപ്പോ നീ ആരാ? കോടീശ്വരനല്ലേ, കോടീശ്വരൻ. എനിക്ക് സന്തോഷമേടാ. നീ രക്ഷപ്പെട്ട ഓട്ടോമാറ്റിക് ആയിട്ട് സൈഡിൽ കൂടി എനിക്ക് പച്ച പിടിക്കാല്ല അല്ലേടാ? തന്തയും തള്ളേ ആരെന്നറിയാത്തവരാ നമ്മള്. ഒന്നുമില്ലെങ്കിലും ഇനിയുള്ള കാലം പട്ടിണിയില്ലാതെ കഴിയല്ല ഇല്ലേടാ? സത്യ, നീ എന്തെങ്ങനെ കൂനിക്കൂടിയിരിക്കണത്? കാമുകിയുടെ ചോട്ടിന്ന് പോന്നപ്പോ ലഗ്ന പിടിച്ച എന്തടപ്പനെ 1.5 ദിവസം കൊണ്ട് നിന്റെ കൈയിന്റെ മുഖച്ചായ മാറിയല്ല? പാറപ്പുറത്ത് പിടിക്കും പോലെ. ഇങ്ങനെ എഴുന്നേക്കട പൂന്താനെ. Vicky, ഒരു 30 rupees തരൂ പ്ലീസ്. ഞാൻ ആട്ടോക്കാരനെ പറഞ്ഞു വിടട്ടെ? രാവിലെ ഞാൻ തന്ന പൈസ ഇവിടെ. അത് വീഡിയോ ഗെയിം പാർലറിൽ. Shut up, man. വിളിക്കുന്ന കണ്ടില്ലേ? നാണമില്ലേ മനുഷ്യ ഈ പീക്കറി പിള്ളേരുടെ പോയി വീഡിയോ ഗെയിം കളിക്കാൻ? Vicky, അങ്ങനെ പറയരുത്. I am doing my brain exercise. അയ്യോ, ഇനി എത്രയൊക്കെ ശ്രമിച്ചാലും ഇത്രയും നാൾ വളരാത്ത നിങ്ങളുടെ ബുദ്ധി ഇനി വളരാനേ പോകുന്നില്ല. ഇവിടെ 100 കൂട്ടം പണി കിടക്കുമ്പോഴാണ് നിങ്ങളുടെ ഒരു ബ്രെയിൻ എക്സസൈസ്.
ഇയാളെന്താ ഹോൺ അടിച്ച് പഠിക്കണം? ഈസി ലേണിംഗ് ദ ഹോൺ അടിച്ച് കൈ കഴിക്കുന്നതിന് മുമ്പ് 30 rupees കൊടുത്ത് പറഞ്ഞു വിടേണ്ട വ്യക്തി. നിങ്ങളുടെ ഗ്രാൻഡ് ഇവിടെ സമ്പാദിച്ചു വെച്ചിരിക്കുന്നു, എടുത്ത് തോന്നിയ പോലെ ചെലവാക്കാൻ. ദേ ഇവിടുത്തെ കേർടേക്കേഴ്സാ നിങ്ങളും ഞാനും, അല്ലാതെ ഉടമസ്ഥരല്ല. മൈൻഡ് ഇറ്റ്. ഡാർലിംഗ്, എന്തിനാ ചങ്കിക്കൊള്ളുന്ന വർത്തമാനം എപ്പോഴും പറയുന്നത്? സാൻഡ്രമോൾക്ക് നമ്മളല്ലേ ഉള്ളൂ, നമ്മൾക്ക് അവളും. പിന്നെ നമ്മൾ എന്തിനു പേടിക്കണം? പേടിക്കണം, ഇല്ലെങ്കിലേ കാൽ കീഴിലെ മണ്ണ് ഒലിച്ചു പോകുമ്പോഴേ അറിയൂ. അതിലൂടെ മണ്ണല്ലല്ലോ, മാർബിൾ അല്ലേ? എന്താ പറഞ്ഞേ? ഡിന്നറിന് എന്താ ഉള്ളത്? ഒലക്ക ഒഴുകിയത്. 30 rupees തരൂ. ആട്ടുകാരൻ ഇങ്ങോട്ട് കയറി വന്ന് സാൻഡ്രമോള് കണ്ടാൽ ആകെ ചളമാ. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. കോളേജിൽ നിന്ന് വന്നപ്പോഴേ സാൻഡ്രമോൾ അന്വേഷിച്ചത് നിങ്ങളെയാ. ജീസസ്, എന്തിനാ? എനിക്കങ്ങനെ അറിയാൻ ചെന്ന് ചോദിക്കും. കമ്മിയ ഇപ്പൊ അങ്ങോട്ട് പോണ്ട. വേണ്ട, മോള് കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്ന് കഥ എഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അങ്ങോട്ട് ചെന്നാ അറിയാലോ, ഓടിക്കും. ജീസസ്, പിന്നെയും തുടങ്ങിയോ? കുഴപ്പമൊന്നുമില്ല. തൽക്കാലം ഒന്നുമില്ല. കഥ എഴുതാ മോൾ ആ മാജിക് ബോക്സിന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴേ ബാക്കിയുള്ളവരുടെ നെഞ്ചി തീയ. ജീസസ്, ഒരു കണ്ണിങ്ങോട്ടും വേണേ. ഇവനിത് എന്ത് ഭാവിച്ചോണ്ടാ? ഇതൊരു ശല്യമായല്ലോ. വിക്ടി പ്ലീസ്, ഞാൻ നിന്റെ കാല് വരാം, അല്ല പിടിക്കാം. ഒരു 30 rupees there. അല്ലെങ്കിൽ എന്റെ മാനം. ഓക്കെ, ദിസ് ഈസ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാണിംഗ്. ഓക്കെ, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. നോ 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 നോ. നാ പിടി. ഓ താങ്ക് യു മൈ ഡാർലിംഗ്. വല്ലവർക്കും കൊണ്ട് കൊടു. ഹായ്, ചിക്കൻ ഫ്രൈ. ഓ മൈ ഡാർലിംഗ്, ഐ ആം കമ്മിങ്. ഹേയ്, ദേ വരുന്നുടോ. സ്റ്റിപ്പിഡ്. എക്സ്ക്യൂസ് മീ, ബ്ലൂ ജീൻസ് ഇട്ടൊരു പെൺകുട്ടി ഇങ്ങോട്ട് വന്നായിരുന്നോ? ആ കുന്തം എടുത്ത് മാറ്റ്. ഓ, ഒരു ബ്ലൂ ജീൻസ് ഇട്ട പെൺകുട്ടി ഇതുവഴി വന്നായിരുന്നു. I don't see. Excuse me. എന്താ പേര്? എന്റെ നിന്ന് ലിപ്പിൽ ഇങ്ങനെ ആളെ കാണാതായാൽ ഞാനിത് എവിടെ പോയി തപ്പും? സോറി മാഡം. സ്റ്റോറി കേൾക്കാനുള്ള സമയമില്ല. നീ ഒക്കെ ഏതടപ്പിന്ന് വരുന്നടാ ഒരങ്ങ. ഞാൻ എവിടെല്ലാം തെരഞ്ഞെന്നറിയോ? ആരെ? മോളെ. മോളെ കണ്ടോ? എന്നിട്ട് എവിടെ? എന്റെ മുന്നിൽ നിൽക്കുന്നു. എന്താ മോളുടെ പേര്? പറയൂ. നാണമാകുന്നല്ലേ? നാണം വേണ്ട, ഞാൻ കണ്ണടച്ച് നിന്നോളാം. എന്റെ ചെവിയിൽ പറയൂ. വാട്ട് ഈസ് യുവർ സീക്രട്ട്? എല്ലായിടത്തും എന്റെ കൈ തന്നെ ചെല്ലണോന്ന് വെച്ചാൽ ഓടി ഓടി മനുഷ്യന്റെ കാല് പൊളക്കിയ ഒരു മനസ്സമ്മതത്തിന് ഇതാണ് മേളമെങ്കിൽ മിന്നുകിട്ടിന് എന്നതായിരിക്കും പൂരം. ഓ സമ്മതിക്കുകയല്ല, ഈ കുന്തം ഞാൻ തട്ടി പൊട്ടിച്ച് കളയവേ. ഹലോ സോളമൻ ഹിയർ. എന്താ ഹേ? ഈശോമിശിക്ക് സ്തുതിയായിരിക്കട്ടോ. ഒരുങ്ങിക്കൊണ്ടിരിക്കണച്ചോ. കൃത്യം 9 മണിക്ക് ഇറങ്ങും വെച്ചോ. ഞാനിത് ഇറങ്ങിയച്ചോ. ശരിയച്ചോ, ഇപ്പൊ ഇവിടെ എത്തുവച്ചോ. ശരിയച്ചോ ശരിയച്ചോ. കത്തനാരാണെന്ന് ഞാൻ നോക്കത്തില്ല. ഞാൻ വല്ല കടുങ്കൈ ചെയ്യും. മനുഷ്യൻ ഒരു സ്വൈര്യം തരില്ലെന്ന് വെച്ചാൽ. ആരോടാ മനുഷ്യൻ നിങ്ങൾ ഈ പൊലമ്പുന്നേ? ചത്തുപോയ നിന്റെ അപ്പൻ ഗോൺസാൽവസിനോട് നീ പോയി കുട്ടിയെ റെഡിയാക്കൂ, ഞാൻ പള്ളിയിലേക്ക് പോട്ടെ. ഐ ആം ഗോയിങ് ടു ദ ചർച്ച്. എല്ലാം അറേഞ്ച് ചെയ്യണ്ടേ? മേത്താട്ട് സൂചി കുത്തി കയറ്റിട്ടും അവൻ അറിഞ്ഞിട്ടില്ല. മനോരാജ്യം കണ്ട് കിടക്ക പ്രേമകുമാരൻ. പോലീസിന്റെ ഇടി കൊണ്ട് എല്ലും മുള്ളും നുറുങ്ങി. എന്നിട്ട് അവനൊരു കുലുക്കില്ല. ഇതാ പെണ്ണ് കൂടുമാത്രം ചെയ്തതാ, ഉറപ്പ്. ആ നസ്രാണി പെണ്ണെ കുന്തിരിക്കത്തിൽ കൂടുമാത്രം ചെയ്ത് നിന്റെ അണ്ണാക്കി തള്ളിക്കാണും. അല്ലെങ്കിൽ ഇങ്ങനെ മാറുമോ മനുഷ്യന്മാര്? ചിരിക്കണ്ട. ആണുങ്ങളായാല് അല്പ സ്വല്പം നാണോ മാനോ ഒക്കെ വേണം. നീയാണോ അവളെ കൊല്ലാൻ നടക്കണെന്ന് പോലീസിനോട് അവളെ ആണിട്ട് പറഞ്ഞില്ലേ? അതല്ലേടാ അവന്മാര് നിന്നെ എടുത്തിട്ട് ചാച്ചത്. അത് മനസ്സിലുണ്ടെങ്കിൽ ഇങ്ങനെ കിനാവ് കണ്ട് കിടക്കുവാരെങ്കിലും മാരങ്ങോടൻ. നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട, ഞാനുള്ളതാ പറഞ്ഞത്. ഇനിയെങ്കിലും നോക്കി കണ്ട് നടന്നില്ലെങ്കിലേ അവള് നിന്നെയും കൊണ്ടേ പോകൂ, ഉറപ്പാ. പറഞ്ഞു നാക്കെടുത്തില്ല, ദാ വന്നു. സത്യ നിന്റെ കാര്യം പോക്കാടാ. ഞങ്ങളോട് ദേഷ്യം ഉണ്ടാവും, അറിയാം. ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ. ഒരേപോലെ തോന്നിക്കുന്ന രണ്ടുപേർ, ജസ്റ്റ് ലൈക്ക് ട്വിൻസ്. അതിലൊരാൾ കൊലയാളി, എ കോൾഡ് ബ്ലഡഡ് മർഡറർ.
ഞങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കും. Isn't it? മണി അടിക്കാൻ വന്നതാണ്, നീ മൈൻഡ് ചെയ്യേണ്ട, വെയിറ്റ് ഇട്ട് കിടന്നോ. സംഭവിച്ചതിന്റെ ഒക്കെ പേരിൽ മോക്ക് നല്ല വിഷമമുണ്ട്. ഷീ ഫീൽസ് വെരി സോറി. സത്യ നേരിൽ കണ്ട് മാപ്പ് പറയണമെന്ന് ഒരേ വാശി. അതാ ഞങ്ങള് എന്താ പേര്? സോളമൻ. ഇങ്ങനെ അതെ, ഇടിച്ച് കൂമ്പ് വാട്ടിച്ചിട്ടേ ക്ഷമ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇന്നലെ തൊറ്റ സംഭവത്തോടെ ഇവന്റെ ഹാർട്ട്, ലിവർ, ബ്രെയിൻ ഒക്കെ ഡാമേജ് ആയി. കിഡ്നിയുടെ പരിപ്പാണെങ്കിൽ ഇളകി കിടക്കുക. എന്റെ ഒരു കിഡ്നി എടുത്തവന് ഫിറ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് നടക്കില്ല. കാരണം കിഡ്നി ഇല്ലാതെ ഞാനെങ്ങനെ പാടും? ഒരു കിഡ്നി വെച്ച് എങ്ങനെ അവൻ കൊട്ടു? ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ആശുപത്രി ചിലവിന് പോലും വകയില്ലാതെ നെട്ടോട്ടം ഓടുകയാണ്. ഞാൻ അറിയാതെ കരയണ്ട മിസ്റ്റർ ബാദഷ. ആശുപത്രി ചെലവിനെ കുറിച്ച് നിങ്ങൾ ഒന്നും അറിയണ്ട. അപ്പൊ ഞങ്ങൾ നിലവാരം നോക്കും. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു തരാൻ അവിടുത്തെ ഓർഡർ. എവിടത്തെ? അവിടുത്തെ അവിടുത്തെയാ മിസ്സസ് സോളമൻ. നമുക്ക് ക്യാൻറ്റീനിൽ പോയിട്ട് 4 പ്ലേറ്റ് പൊറോട്ടയും 4 ബീഫും കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ അവിടെ വിശദമായിട്ട് സംസാരിക്കാം. Come on. I'm sorry. ഒന്നും അറിഞ്ഞോണ്ടല്ല സത്യ, വല്ലാത്തൊരു അപകട സന്ധിയിലാണ് ഞാൻ. അതിന്റെ ഒരു ടെൻഷനില് ഇങ്ങനെയൊക്കെ. ഒരിക്കൽ വലിയൊരു അപകടത്തിൽ നിന്നും സത്യ എന്നെ രക്ഷപ്പെടുത്തി. അതിനു പകരം ഞാൻ സത്യക്ക് തന്ന സമ്മാനം. I'm sorry. I'm really sorry, സത്യ.